നിങ്ങൾ ഒറ്റ തവണ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാ വട്ടവും ഇതുപോലെ മാത്രമേ ബിരിയാണി ഉണ്ടാക്കുള്ളൂ. കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ പറ്റില്ല, അത്ര ടേസ്റ്റാണ് ഈ ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തവരും ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്തായാലും അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതുണ്ടാക്കാനായിട്ട് 6 വലിയ സവാള വേണം, മീഡിയം സൈസുള്ള 3 തക്കാളി വേണം, അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചിയും, 1 കുടം വെളുത്തുള്ളി വേണം, അതുപോലെ 10 പച്ചമുളക് വേണം. ഇത് ഒരു മീഡിയം എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും വേണം. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടൊരു മസാല പൊടിക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം, 3-4 കഷ്ണം പട്ട, ഒരു 5 ഏലക്കായ, അതുപോലെ സാജീരകമാണിത്, ഒരു 1/2 സ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ കുരുമുളകും, 2 തക്കോലും, അതുപോലെ 5-6 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ജാതിപത്രിയാണ്, ഒരു ജാതിപത്രി ചേർക്കുന്നുണ്ട്. അതുപോലെ മുഴുവനോടെയുള്ള ജാതിക്ക ഇടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നല്ല രീതിക്ക് വറുത്ത് പൊടിച്ചെടുക്കുന്ന മസാല. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ മസാലയാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റിന് അത്രയും കൂട്ടുന്നത്. ചൂടായ പാനിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, ഒരുപാട് കരിഞ്ഞു പോരുത്. ഇത് റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് 1 സ്പൂൺ കസകസ് ആഡ് ചെയ്ത് കൊടുക്കാം. കസകസ് പെട്ടെന്ന് കരിഞ്ഞു പോവും, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ മസാല മുഴുവനായിട്ട് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇത് അതുപോലെ അടച്ച് തന്നെ വെക്കണം. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയുടെ സ്മെല്ല് കുറച്ച് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് അടച്ച് തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. മൊത്തത്തിൽ നമ്മൾ 6 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4 വലിയ സവാള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വഴറ്റാനും ചെറിയ 2 സവാള ഫ്രൈ ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് വഴറ്റാനുള്ള സവാള ഒരുപാട് തിന്നായിട്ട് അരിയണമെന്നൊന്നുമില്ല, നോർമൽ സൈസിൽ അരിഞ്ഞാൽ മതിയാവും. പക്ഷെ നമ്മൾ ബിസ്തയ്ക്കുള്ള ഫ്രൈ ചെയ്യുന്ന സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. 3 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി 5 2 മതിയാവും. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചെറിയ പീസാവണമെന്നൊന്നുമില്ല, ഇത് മൊത്തം വഴന്ന് അലിഞ്ഞു പോകാനുള്ളതാണ്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ഫ്രഷ് മസാലയുടെ പോലെ ബിരിയാണിക്ക് അത്രയും ഫ്ലേവർ കൊടുക്കുന്നതാണ് ഈ മല്ലിയിലയും പുതിനയിലയും. ഫ്രഷ് ആയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ മല്ലിയിലയും പുതിനയിലയും വേണം. ഏകദേശം 2 പിടി മല്ലിയിലയും 2 പിടി പുതിനയിലയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഇത്രയും സാധനങ്ങളായിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് വേണ്ട എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യമേ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കാഷ്യൂം കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുക. കാഷ്യൂ ആദ്യം ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുക. കിസ്മിസ് നല്ലോണം പൊന്തി വരുമ്പോൾ നമുക്കതെടുക്കാം. ഇതേ ഓയിലാണ് നമ്മൾ പിസ്ത ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്നായി കിട്ടും. ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത്രയും ഓയിൽ ഒഴിക്കേണ്ടി വരും. ഇതിലെ ബാക്കിയുള്ള ഓയിലാണ് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത്. ഓയിൽ ഇത്ര പോരാ, അപ്പോൾ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കുക. ഇത് ഒരുപാട് റോസ്റ്റായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള തിന്നായിട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കണത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്ക് നല്ല സോഫ്റ്റായിട്ട് സവാളയുടെ കളറൊക്കെ മാറിയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചിക്കനാണ്, 2 കിലോ ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിൽ വേറെ മസാലയോ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, റോ ആയിട്ടുള്ള ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചത് നേരെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നവരെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ട് വരും. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചെറുതായിട്ട് ഗ്രേവി ആയിട്ടും വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ
ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ച ഗരം മസാല ഉണ്ടല്ലോ, ഒരു സ്പൂൺ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മസാലയും മഞ്ഞപ്പൊടിയും ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, മല്ലിയില, പുതിനയില ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ദമ്മ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈരല്ല. എല്ലാം കൂടെ നല്ലോണം ഇളക്കി എടുത്തിട്ട് നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് ഇതിനുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. 2 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കിലോ റൈസാണ് എടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ജീരകശാല അരിയാണ്. ഞാനിവിടെ 2 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് 3-4 വട്ടം നല്ലോണം കഴുകിയെടുക്കണം. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നവരെ കഴുകിയെടുക്കാൻ നോക്കുക. കഴുകി കഴിയുമ്പോൾ കംപ്ലീറ്റ് വെള്ളം പോകുന്നവരെ ഇത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. ഇതേ സമയത്ത് നമുക്കിതിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. 4 ഗ്ലാസ് അരിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒഴിക്കുമ്പോൾ ആദ്യം ഓയിൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം നെയ്യാണ് ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓയിലും നെയ്യൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് മൂത്ത് വരണം, ഒരുപാട് കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കണം, അതായത് അരിച്ച് വെച്ചേക്കുന്ന വെള്ളമൊക്കെ പോയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി നല്ലോണം ഇളക്കിയെടുക്കുക. അരിക്കുമ്പോൾ വെള്ളം പോയിട്ടില്ലെങ്കിൽ കുറച്ചധികം സമയം വഴറ്റിയെടുക്കേണ്ടി വരും, ആ വെള്ളം നനവ് പോകുന്ന വരെ. ഇനി നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിടുമ്പോൾ 1 ടീസ്പൂണൊക്കെ ആദ്യം ഇട്ട് കൊടുത്താൽ മതി. കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇടാം. കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉപ്പിട്ട് നല്ലോണം ഇളക്കി കഴിയുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വെള്ളം കൂടെ ആഡ് ചെയ്തു. ഈ ഒരു ടൈമിൽ നമുക്ക് സോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കല്ലുപ്പിട്ട് കൊടുക്കാം. അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടാവും. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഗ്രേവി കുറച്ച് തിക്കായിട്ട് എടുക്കാം. ചിക്കനിൽ ഉപ്പ് കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1 സ്പൂൺ മസാലയിൽ നിന്ന് 1/2 സ്പൂണും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നെയ്യും ഓയിലൊക്കെ മേലെയും താഴെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഈ ഒരു സമയത്ത് കൈകൊണ്ട് നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി റെഡിയായി. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ സവാളയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദം ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ സവാളയൊന്നും മാറ്റി വെച്ചിട്ടില്ല. റൈസ് നല്ലോണം വെള്ളമൊക്കെ വറ്റി കുക്കായി വന്നിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ ഓയിലും നെയ്യൊക്കെ അവിടെ ഇവിടേക്ക് ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. റൈസ് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെയും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തതും അതുപോലെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതും. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയുടെ മേലെയായിട്ട് ഞാനൊരു വാഴല വെച്ച് കൊടുക്കുന്നുണ്ട്. ചോറും ചിക്കനും ഒരുപാട് മിക്സായി പോവാതിരിക്കാനാണ് ഇതുപോലെ വാഴല വെച്ച് കൊടുക്കുന്നത്. വാഴലേൻ്റെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഓട്ട ഇട്ട് കൊടുക്കണം. കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയോ, എന്നാലാണ് ചിക്കനിൽ നിന്നുള്ള ആ മസാലേൻ്റെ സ്മെല്ലൊക്കെ റൈസിലേക്കും കൂടെ നല്ലോണം വരുള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ബ്രൗൺ കളറായിട്ട് പോകും, അതുകൊണ്ടാണ് ചേർക്കാത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കുക. അതിൻ്റെ മേലെ ഏതെങ്കിലും വെയിറ്റും കൂടെ കയറ്റി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞ് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്നു കഴിയുമ്പോൾ വീട് മൊത്തം നല്ല അടിപൊളി ബിരിയാണീൻ്റെ മണമായിരിക്കും. വാഴലേൻ്റെയും ബിരിയാണി മസാലേൻ്റെയും ആ ഗീ റൈസിൻ്റെ ഒക്കെ സ്മെല്ലിങ്ങനെ വന്നിട്ട് ഇത് സെർവ് ചെയ്യാനുള്ളൊരു ക്ഷമയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ മേലെ നിന്ന് നമുക്ക് ആ റൈസ് മാറ്റിയെടുക്കാം. റൈസും ചിക്കനും മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇതുപോലെ റൈസ് മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ട് ചിക്കൻ ഗ്രേവി വേറെ ആക്കിയിട്ടും അതുപോലെ റൈസ് വേറെ ആയിട്ടും സെർവ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിട്ട് നമുക്ക് കിട്ടണേ. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിൽ ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. ബൗളിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മീതെ ആയിട്ടാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്.
ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് പ്ലേറ്റിലേക്ക് നേരെ കമഴ്ത്താണ്. സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബിരിയാണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ ഒരുപാട് വട്ടം ബിരിയാണി ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ട് വന്നത് ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ്. അടുത്ത വട്ടം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.